ഈ ഒരു വീഡിയോ ഇടാൻ കാരണം അതിന് വലിയൊരു സ്പെഷ്യാലിറ്റി തന്നെ ഉണ്ട്. കർക്കിടക മാസത്തിൽ ഞാനൊരു തീർത്ഥാടന യാത്ര നാലമ്പലം ചുറ്റാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലുള്ളവർ ഒരുമിച്ച് ഒരു ബസ്സിന് ട്രിപ്പായിട്ട് അങ്ങനെ പോകുമല്ലോ, അങ്ങനെ പോയതായിരുന്നു. പക്ഷേ കർക്കിടക മാസം കഴിഞ്ഞു ചിങ്ങി എത്തിയിട്ടും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഇത് കണ്ടപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃപ്പയാറാണ്. അപ്പോൾ അവിടെ ദേവീനെ എഴുന്നള്ളിപ്പൊക്കെ ആനൻ്റെ മുകളിൽ കയറിയിട്ട് ചെയ്യാണ്. അപ്പോൾ അതൊക്കെ കണ്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഒരു കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും നാലമ്പലം ചുറ്റാനായിട്ട് വരുന്ന ടൈമാണ്. ഇവിടെ മീനൂട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ പൊന്തി വരും. ഇതൊരു പ്രധാനപ്പെട്ട ഇവിടുത്തെ വഴിപാടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. ഇപ്പം എവിടെ ചെന്നാലും ഈ ഒരു കളിപ്പാട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരിക്കും. ഞാനും മക്കൾക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ തൃപ്രയാറിൽ നിന്ന് ഞങ്ങൾ 8 മണി ആവാറായിട്ടുണ്ടായിരുന്നു ഒഴിവായപ്പോൾ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പുറത്തുനിന്ന് മസാല ദോശയും വടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ക്ഷേത്രങ്ങളും ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ കയറുമായിരുന്നു. ഇതിപ്പോൾ കൂടമാണിക്യ ക്ഷേത്രമാണ്. ഇപ്പോൾ ഇവിടെ ഒരു വലിയൊരു കുളം, അതിൻ്റെ ആ ഒരു കുളത്തിന് ചുറ്റും ഇങ്ങനെ നടക്കുകയായിരുന്നു ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാനതൊന്ന് പകർത്തിയേ ഉള്ളൂ ഉണ്ടല്ലോ. എന്ത് ഭംഗിയായിട്ടാണ്. ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും. പക്ഷേ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്നാലും ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നല്ല ഭംഗിയില്ലേ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്, തിരുമൂഴിക്കുളം ക്ഷേത്രം. തിരുമൂഴിക്കുളം ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് നമ്മൾ അവിടുന്ന് ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പ്രസാദം ആയിട്ട് തന്നെ നമുക്ക് കിട്ടി. കഞ്ഞിയും പുഴുക്കായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പായമൽ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അവിടുത്തെ ഒരു പ്രധാന വഴിപാടായിരുന്നു സുദർശന ചക്രം. അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ തരത്തിലുള്ള വഴിപാടുകളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു നാലമ്പലം ചുറ്റാൻ വരുന്നതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യമായിട്ട് പോയിട്ടുള്ള ആ ഒരു അമ്പലത്തിലേക്ക് വീണ്ടും പോകും. അതായത് നമ്മൾ തൃപ്രയാറാണല്ലോ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കയറി ഈ 3 അമ്പലം ചുറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ തൃപ്രയാർ വന്നതിന് ശേഷമാണ് മടങ്ങി പോവുക. അറ്റ് ലാസ്റ്റ് ഞാൻ കണ്ണൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, നമ്മുടെ ഗുരുവായൂർ അമ്പലം. എല്ലാ ക്ഷേത്രങ്ങളും കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഗുരുവായൂരും കൂടി തൊഴുതിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പുറത്തുനിന്നാണ് തൊഴുതത്. അപ്പോൾ നമ്മൾ രാവിലെ പുലർച്ചെ 3 മണിക്ക് പോകുന്നതായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഭക്തിഗാനമായിരുന്നു. അപ്പോൾ എല്ലാവരും സീറ്റിൽ അടങ്ങിയിരിക്കുകയായിരുന്നു. പോരാ നേരം എല്ലാ അമ്പലങ്ങളിലെ കഴിഞ്ഞ് ഗുരുവായൂർ കഴിഞ്ഞ് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഫുള്ള് വൈബായിരുന്നു. ഡി ജെ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അടിച്ചു പൊളിച്ച് ഒരുപാട് അമ്പലങ്ങൾ, അതായത് 5 അമ്പലങ്ങൾ ഒരുമിച്ച് കാണാനും തൊഴാനും ഒക്കെ പറ്റി മനസ്സിനൊരു സന്തോഷം സംതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു.